ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഒരു പെൻപാൽ ലെറ്ററിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ പെൻപാൽസിൻ്റെ വീഡിയോസ് കണ്ട് ബോറടിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ധാരണയില്ല കേട്ടോ. കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് പെൻപാൽസിൻ്റെ കോണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അറിയാലോ നിങ്ങൾക്ക് എങ്ങനെയാണ് പെൻപാൽസിനായിട്ടുള്ള ആ ഒരു ഇത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇത് ഞാൻ ഷംനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിക്കുള്ള റിപ്ലൈ ലെറ്റർ ആണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ലെറ്ററിൻ്റെ ഓപ്പണിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഒരു പേജ് എസ്തറ്റിക്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കവറിൻ്റെ കാര്യത്തിൽ മാത്രം കേട്ടോ. ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. എനിക്ക് എസ്തറ്റിക്സിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു, കാരണം വിൻറ്റേജിൽ ഞാൻ വേറെ ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എസ്തറ്റിക്സിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്പിറേഷൻ തപ്പി പോയപ്പോഴേ ഈ പേജാണ് എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പോൾ എനിക്ക് എന്തോ ഇഷ്ടമായി. പിന്നെ എൻ്റെതായ കുറച്ച് ചില്ലറ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ കവർ പേജ് മാത്രമാണ് നമ്മുടെ പേജ് എസ്തറ്റിക്സിൽ വരുന്നത്. ഉള്ളത്തെ കാര്യങ്ങളൊക്കെ വേറെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കവർ പേജ് ഡെക്കറേറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻവലപ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ കഴിഞ്ഞ എല്ലാ പെൻപാൽസിൻ്റെ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ A4 പേപ്പർ കൊണ്ടാണ് നമ്മൾ എൻവലപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ചുളിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ബില്ല്, പിന്നെ ഇതുപോലത്തെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇൻസ്പിറേഷൻ കണ്ട ഫോട്ടോയിലുണ്ടായിരുന്ന ഒരു പിക്ചറായിരുന്നു, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രിഡ് പേപ്പർ, പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു A4 പേപ്പർ, ഒരു വാഷി ടേപ്പ്, അങ്ങനെ അങ്ങനത്തെ എല്ലാ ചില്ലറ സാധനങ്ങളും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ ലേഔട്ട് ചെയ്തിട്ടുള്ളത് എന്ന്. സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ലേഔട്ട് ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോഴോ നമ്മൾ പീച്ച് എസ്തറ്റിക്സ് എന്ന് മാറിയൊരു പീച്ച് ആൻഡ് വൈറ്റ് ആ ഒരു കോംബോ പോലെ ആയിട്ടുണ്ടല്ലേ, എനിക്കങ്ങനെ തോന്നിട്ടോ. പിന്നെ നിങ്ങളടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ റീസെൻ്റായിട്ട് പെൻപാൽസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, കാരണം ഭയങ്കര ബിസി സ്കെഡ്യൂളാണ് ഇപ്പോൾ. പിന്നെ ഈ പെൻപാൽസൊക്കെ എനിക്ക് ഒക്ടോബർ നവംബറൊക്കെ ആയിട്ട് കുറച്ച് പെൻപാൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിപ്ലൈ ലെറ്റേഴ്സും അതിൻ്റെയൊക്കെ ഓപ്പണിംഗ് വീഡിയോസൊക്കെ ഞാൻ ഈ വരുന്ന ജനുവരി ഫെബ്രുവരി ഒക്കെ ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ ഇവർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്താ അങ്ങനെ ഇപ്പോഴും വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇവരിപ്പോഴും എടുക്കുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞത്. കാരണം ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഈ പെൻപാൽസിൻ്റെയൊക്കെ അന്നത്തെ, അതായത് മുമ്പ് കിട്ടിയതൊക്കെ ഇപ്പോഴാണ് സ്റ്റോറി ഇട്ട് പോകുന്നത്. കാരണം കൺസിസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ട് ഒന്നും അപ്ലോഡ് ചെയ്യാറോ അപ്ഡേറ്റ് ചെയ്യാറോ ഒന്നുമില്ല. എപ്പോഴെങ്കിലും വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും ഓരോ ബോധത ഇവർ ഇതൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലല്ലോ, ഇന്ന് ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ റിപ്ലൈസ് വരും, അക്സെപ്റ്റ് ചെയ്യുന്നില്ല പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും ഇതൊക്കെ മുമ്പ് ചെയ്തതിൻ്റെതാണ്, അതൊക്കെ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇനിയും കുറച്ച് പെൻപാൽസിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിലൊക്കെ ഈ സെയിം കാര്യം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയും കേട്ടോ. ഇതിൻ്റെ ഏതോ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു പൊഷാക്കോ ആ ഒരു സ്റ്റിക്കറും കൂടെ കൊടുത്തിട്ടുണ്ട്. അതെങ്കിൽ എന്തൊക്കെ അവിടെ എന്തോ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച് എൻ്റെ അടുത്തുള്ള സ്റ്റിക്കേഴ്സ് ഞാനിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ അതാണെങ്കിൽ മാച്ചായിട്ട് തോന്നി. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു പെൻപാലിൻ്റെ വീഡിയോ ഒരു പൊച്ചാക്കോ തീമിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഫസ്റ്റിൽ കണ്ടിട്ടുണ്ട് തോന്നി. ഈ വീഡിയോയുടെ ഫസ്റ്റിൽ കണ്ടിട്ട് ഒരു ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ ഇതൊക്കെ അതിലുള്ള എക്സ്ട്രാസ് ആണ് കേട്ടോ, അതിൽ ആഡ് ചെയ്യാനുള്ള എക്സ്ട്രാസ്. അപ്പോൾ ഇതൊരു സ്റ്റാമ്പ് ബുക്കാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ വൈകാതെ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ ഞാൻ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലോങ് ആകും വീഡിയോ. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ സെപ്പറേറ്റ് ആയിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം എക്സ്ട്രാസിൽ ആഡ് ചെയ്യാനുള്ള ഡൈക്കട്സ് ആണ് കേട്ടോ. ഇതിന് 2-3 തീമിലായിട്ടാട്ടോ എടുത്തിട്ടുള്ളത്. ഒന്നൊരു പിങ്കിലും പിന്നെ ഒന്നൊരു ബ്രൗൺ എസ്തറ്റിക്സിലും പിന്നെ ഒരു കൊക്കറ്റ് എസ്തറ്റിക്സ് ആ ഒരു വൈബിലാണ് കേട്ടോ ഇതൊക്കെ എടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ ബ്രൗണും പിങ്കും ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നി ആളൊരു കൈൻഡ് ഓഫ് കോക്കറ്റ് ഫാൻ ആണോ എന്ന് തോന്നി. എപ്പോഴും ഞാൻ എന്തോ അതിൻ്റെയും കുറച്ചും കൂടി ഇങ്ങനെ ആഡ് ചെയ്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലത്തെ ഡൈക്കട്സ് വരുന്നത്. പിന്നെ ഇത് 2 പേജസ്, അതായത് നമുക്ക് ലെറ്റേഴ്സ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുന്ന 2 പേപ്പർ സാമ്പിൾസ്. പിന്നെ ഇത് ക്രിസ്മസ് തീമിൽ വരുന്ന പോസ്റ്റ് കാർഡാണ്. കാരണം ഞാൻ ഡിസംബറിലാണ് ഈ പെൻപാൽ സെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ക്രിസ്മസ് വൈബ് ആണല്ലോ, സോ ഒരു പോസ്റ്റ് കാർഡ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്തതായിരുന്നു. പിന്നെ ഇതൊരു ബുക്ക് മാർക്കാണ്. ആള് ബുക്സ് വായിക്കുന്ന ആളാണോ അല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു ഉദാഹരണമല്ല. ആളുടെ ലെറ്ററിലും കാര്യങ്ങളിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. ലൈക്ക് ഹോബീസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് വേറൊരു പെൻപാലും കൂടെ ചെയ്യണ്ടായിരുന്നു. ഈ 2 ആയിരുന്നു ഞാൻ ആദ്യം സെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് വന്ന ഓർഡറിലാണ് ഞാൻ സെൻഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആദ്യം ഇവരുടെ 2 പേരുടെയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അതിൽ മറ്റേ ആൾക്ക് ചെയ്യാനുള്ളതിലും ആൾ ബുക്സ് വായിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ബുക്ക് മാർക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇതും പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അങ്ങനെ ആഡ് ചെയ്ത് പോയതാണ്. ഇനി ആൾ ബുക്സ് വായിക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് യൂസ്ഫുൾ ആവും, അല്ലാന്നുണ്ടെങ്കിലും ആൾക്കൊരു മെമ്മറി ആയിട്ട് എടുത്ത് വെക്കാം.
അപ്പോൾ അങ്ങനെയാണ് അത്. പിന്നെ ഇതൊരു എൻവലപ്പാണ് കേട്ടോ. ഇതും ഒരു കൈൻഡ് ഓഫ് ക്രിസ്മസ് തീം വരുന്നുണ്ട്, വലിയ രീതിക്കല്ല, ചെറുതായിട്ടൊരു രീതിക്ക്. അപ്പോൾ ഇത് ഞാൻ പ്രിൻ്റ് ഔട്ട് ചെയ്തതായിരുന്നു. അതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എക്സ്ട്രാസ് കാര്യങ്ങളൊക്കെ ഇതിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ ആ ഒരു പിക്ചറിൽ കണ്ടില്ല, അതിൻ്റെ കഴുത്തുള്ള സ്കാർഫിനൊക്കെ ഒരു ക്രിസ്മസ് തീം ഉണ്ട്. അപ്പോൾ എൻ്റെ ക്രിസ്മസ് വൈബാണ് വിചാരിച്ചിട്ടാട്ടോ പ്രിൻ്റ് ഔട്ട് ചെയ്തത്. ഇനി അടുത്തത് ലെറ്റർ എഴുതാനുള്ള പേപ്പറാണ് കേട്ടോ. ഇത് എൻ്റെ കയ്യിലൊരു വലിയൊരു ഡയറി ഉണ്ട്, 2012 എന്തോ ഒരു ഡയറി ആയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് എൻ്റെ വീട്ടിൽ പോയപ്പോഴേ എന്തൊക്കെയോ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴേ ഈ ഡയറി എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ അതിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും കുറേ പേജസ് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്തായാലും എനിക്ക് പൊതുവേ ഈ വരയുള്ളതിൽ എഴുതുമ്പോഴാണ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും കൂടെ ബെറ്ററായിട്ട് തോന്നുക. വരല്ലാത്തതിൽ കുഴപ്പമില്ല, പ്രത്യേകിച്ച് നോട്ട്സ് കാര്യങ്ങൾ എഴുതുമ്പോൾ കുഴപ്പമില്ല, നമ്മളെപ്പോഴും എഴുതി ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അല്ലാണ്ട് നമ്മളിങ്ങനത്തെ മീൻസ് പ്രത്യേക സാഹചര്യങ്ങളിൽ എഴുതുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തതൊക്കെ വരല്ലാത്ത പേജിൽ എഴുതി കഴിഞ്ഞാൽ എനിക്കെന്തോ ഞാൻ തൃപ്തിപ്പെടാറില്ല. സംടൈംസ് എനിക്കെന്തോ എപ്പോഴും വരയുള്ള പേജിൽ എഴുതാനാണ് പൊതുവേ ഇഷ്ടം. വരയുള്ള പേജിൽ ചിലപ്പോൾ ലൈൻസും കൂടെ ഒന്നും ആവില്ല, അതിന് മുകളിൽ കൂടെയൊക്കെ ആയിരിക്കും എഴുതുക. എന്നാലും എനിക്കത് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഡയറി എന്തായാലും വെറുതെ ഇടയ്ക്കല്ല, അപ്പോൾ അതിലത്തെ പേജസൊക്കെ ഇനിയും എന്തായാലും കുറച്ച് പെൻസിൽസ് സെൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിലെല്ലാത്തിലും ലെറ്റേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് വാഷി സാമ്പിൾസ് ആണ്. അപ്പോൾ ഞാനൊരു 6 വാഷി സാമ്പിൾസ് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇതുപോലത്തെ നമ്മുടെ OHP ഷീറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലിങ്ങനെ ചുറ്റി കൊടുക്കാണ്ടോ ചെയ്യുന്നത്. പിന്നെ പേപ്പറിൽ വേണമെങ്കിലും, അതായത് ഇപ്പോൾ നമുക്ക് പേപ്പറിലും കട്ട് ചെയ്തിട്ട് ചുറ്റി കൊടുക്കാം, കാരണം വാഷി ടൈപ്പ് അത്ര ഹെവി ആയിട്ട് ഒട്ടത്തില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അതിന്മേൽ ചുറ്റി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ അധികം ഇങ്ങനെ OHP ഷീറ്റും അതിന്മേലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ വാഷി സാമ്പിൾസും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഇതെല്ലാം, അതായത് കുറച്ച് എക്സ്ട്രാസ് ഈ ഒരു എൻവലപ്പിലാണ് ഇട്ട് വെക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് ക്രിസ്മസ് തീമിൽ വരുന്ന ഫോട്ടോസാണ്, അതായത് കുറച്ച് ക്യൂട്ടായിട്ടുള്ള ബണ്ണി തീമിൽ വരുന്ന അങ്ങനത്തെ. എനിക്കെന്തോ നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വൈബ് ഇങ്ങനെ ഫീൽ ചെയ്യുക. ഭയങ്കര മീൻസ് അങ്ങനെ കാണുമ്പോൾ ഇക്കിറ് പറഞ്ഞ കാർട്ടൂൺ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. കാരണം അതങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യും ഞാൻ അതുപോലെ അവിടെയൊക്കെ ഇങ്ങനെ മീൻസ് അങ്ങനത്തെ ഒരു കാട്, അങ്ങനത്തെ ഒരു വീട്, അങ്ങനത്തെ മീൻസ് എന്തൊക്കെയോ ഭയങ്കര വൈബാണ് അത്. അപ്പോൾ എനിക്ക് എന്തോ ഈ പിക്ചറൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ തോന്നി, എനിക്ക് എന്തൊക്കെയോ ഒരു നോസ്റ്റ് അടിച്ച്. അപ്പോൾ ഞാനും അതൊക്കെ അതെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് ഇനി അടുത്ത് പിന്നെ അതിൽ ഞാനൊരു കീ ഡെലിവറി സർവീസത്തെ നമ്മുടെ കീയുടെ ഒരു ഫോട്ടോ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡൈ കട്ട്സും. അപ്പോൾ ഇത് ബട്ടർ പേപ്പറിൽ റാപ്പ് ചെയ്യുന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞ ഇതൊരു പെൻപലിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അടുത്തതിലൊക്കെ ചെയ്യുമ്പോൾ ബട്ടർ പേപ്പർ മാറ്റി പിടിക്കണം എന്നുള്ളത്. പക്ഷേ ഞാൻ വേറെ കുറേ നോക്കിയിട്ട പേപ്പേഴ്സ്, പക്ഷേ എനിക്ക് എന്തോ അതിലൊന്നും ഞാൻ വിചാരിച്ച പോലത്തെ ഒരു തൃപ്തി എനിക്ക് കിട്ടിയില്ല. സോ ഞാൻ വീണ്ടും ബട്ടർ പേപ്പർക്ക് തന്നെ തിരിച്ചു വന്ന്. അപ്പോൾ ബട്ടർ പേപ്പറിൽ നമ്മളത് റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പേപ്പർ സാമ്പിൾസും ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ എൻവലപ്പിൽ വെക്കുന്നത്, അല്ലെങ്കിൽ കൊള്ളത്തില്ല അതിൽ. അപ്പോൾ അതെല്ലാം അതിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ എൻവലപ്സ് ചെയ്ത് വെച്ചിട്ട് കുറേ ആയി. പൊതുവേ ഞാൻ എൻവലപ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാറുണ്ടായിരുന്നു. പിന്നെ കോളേജിലേക്കുള്ള ഓരോ വർക്ക്സും പിന്നെ ഈ മഴയും തണുപ്പൊക്കെ കൂടെ ആയപ്പോൾ ഭയങ്കരമായിട്ട് മടിയും പിടിച്ച് അങ്ങനെ അവസ്ഥ ആയിരുന്നു. എനിക്ക് എന്തോ തീരെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റാത്തൊരു ഫീലിംഗ് ഇങ്ങനെ. എന്നിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പറയും എന്തോ തീരെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റത്തില്ല, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മടി എന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മടിയാണ് കൈൻഡ് ഓഫ്. അല്ലേ എനിക്ക് മാത്രമാണ്, നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഭയങ്കരമായിട്ടൊരു മടിയായിരുന്നു ഈ മഴ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ ഒരു ടൈമിൽ. അപ്പോൾ എൻവലപ്പ് ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ചുളിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യൂസ് ചെയ്തിട്ടും ഇതാക്കിയിട്ടും. അപ്പോൾ പൊതുവേ ഇങ്ങനത്തെ പേപ്പറിൽ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ശ്രദ്ധയോടെ വേണം ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ അപ്പോൾ നമ്മൾ ലെറ്ററിൻ്റെ പേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷംനിയ എന്നായിരുന്നു ആളുടെ പേര് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം ഞാൻ അത് ഒട്ടിച്ചിട്ടില്ലായിരുന്നു, കാരണം ആദ്യം ഞാനത് പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് വേറെ എന്തൊക്കെയോ പ്രിൻ്റ് ഔട്ട് ചെയ്തതിൻ്റെ കൂട്ടത്തിലായിരുന്നു അത് പ്രിൻ്റ് ഔട്ട് ചെയ്ത്. അതുകൊണ്ടാണ് വീഡിയോയുടെ ഈ പകുതി വെച്ചിട്ട് നമ്മളത് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൽ ആൻസേഴ്സ്, പിന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ ദിസ് ഓർ ദാറ്റ് അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എക്സ്ട്രാസിൻ്റെ മുകളിൽ നമ്മൾ എക്സ്ട്രാസ് എന്നുള്ളത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എൻവലപ്പിൽ തന്നെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം പിന്നെ ഈ ലെറ്ററും അതും ഇതിൽ കൊള്ളത്തില്ല, സൈസ് രണ്ടും ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ അതും ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മുടെ എൻവലപ്പിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ പെൻപൽസിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പെൻപലിങ് ചെയ്യാൻ ഈസിയാണ്, അതായത് വല്ലാണ്ട് ടൈമൊന്നും എടുക്കത്തില്ല. പക്ഷേ എനിക്ക് പൊതുവെ എന്തെങ്കിലും കാര്യം വീഡിയോ ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ലാഗായിട്ട് പോകുന്നത്. എനിക്ക് ഒരുപാട് സമയം എടുക്കുന്ന പോലെ ഇങ്ങനെ തോന്നും. അതായത് ഞാനൊക്കെ പ്ലാൻ ചെയ്ത് വെക്കും കേട്ടോ, അതായത് ഡയറിയിൽ എഴുതിയിട്ട് വെക്കും എന്തൊക്കെ എക്സ്ട്രാസ് ആഡ് ചെയ്യണം, ഏതൊക്കെ തീമിൽ ചെയ്യണം, എത്ര എണ്ണം വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതനുസരിച്ച് പോകൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.